സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 22ാമത്തെ ശ്ലോകമാണ്. സൗന്ദര്യലഹരി 100 ശ്ലോകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5-6 ശ്ലോകങ്ങൾ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു ശ്ലോകമാണ് ഇന്നത്തെ ശ്ലോകം. ഇതിൽ മുൻ ശ്ലോകങ്ങളിൽ പാദധൂളി മാഹാത്മ്യമാണ് വർണ്ണിച്ചത്. ബാഹ്യവും ആഭ്യന്തരവുമായ പൂജാവിധികളും വിവരിച്ചു. ഈ ശ്ലോകത്തിൽ ദേവിയുടെ ക്ഷിപ്രപ്രസാദത്വം, ദേവി പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നു ഒരു ഭക്തന് വേണ്ടി, ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭവാനി എന്ന പദം 2 പ്രാവശ്യം പ്രയോഗിച്ചിരിക്കുന്നു. അതിൽ ഒന്ന് നാമമാണ്, ഒന്ന് ക്രിയയാണ്. ആ ക്രിയാപദത്തിലാണ് ഇതിന്റെ രഹസ്യം അടങ്ങിയിരിക്കുന്നത്. ശ്ലോകം നോക്കുക. ഭവാനിത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണ ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതി യഃ തദൈവത്വം തസ്മൈ ദിശസി നിജ സായുജ്യപദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിതപദാം. ഭവാനിത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനിത്വമിതി യഃ തദൈവത്വം തസ്മൈ ദിശസി നിജ സായുജ്യപദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിതപദാം. ഭവാനിത്വം പ്ലസ് ഇതി, ഭവാനിത്വമിതി. തദാ ഏവ തദൈവ, തദാ ഏവ തദൈവ. എന്നെ നോക്കുക. ഹേ ഭവാനി, ത്വം ദാസേ മയി സകരുണാം ദൃഷ്ടിം വിതര ഇതി സ്തോതും വാഞ്ചൻ യഃ ഭവാനി ത്വം ഇതി കഥയതി തദാ ഏവ ത്വം തസ്മൈ മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിതപദാം നിജ സായുജ്യപദവീം ദിശസി. ഹേ ഭവാനി, ത്വം ദാസേ മയി സകരുണാം ദൃഷ്ടിം വിതര ഇതി സ്തോതും വാഞ്ചൻ യഃ ഭവാനി ത്വം ഇതി കഥയതി തദാ ഏവ ത്വം തസ്മൈ മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം നിജ സായുജ്യ പദവീം ദിശസി. യഃ ഭവാനി ത്വം ഇതി കഥയതി തദാ ഏവ ത്വം തസ്മൈ മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം നിജ സായുജ്യ പദവീം ദിശസി. ഹേ ഭവാനി, അല്ലയോ ഭവന്റെ ഭാര്യയായ ദേവി. ഭവൻ ശിവൻ, ഭവാനി എന്ന് പറഞ്ഞാൽ പാർവതി. ഇത് അല്ലയോ ദേവി, ഇവിടെ സംബോധന പ്രഥമയാണ്, ദേവിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ത്വം, നിന്തൊരുപടി, ദാസേമയി, ദാസനായ എന്നിൽ, ഞാൻ നിന്റെ ദാസനാണ്, ആ ദാസനായ എന്നിൽ, മയി സകരുണാം ദൃഷ്ടിം വിതര, കരുണയോടുകൂടിയ ദൃഷ്ടിയെ ചെയ്താലും, ഒരു കടക്കൺ നോട്ടം എന്നിൽ ഉണ്ടാക്കുക. ഇതാണ് ഞാൻ ദേവിയോട് പറഞ്ഞ, ഭക്തൻ പറഞ്ഞതാണ്. വിതര, വിതരണം ചെയ്താലും, എന്നെ ഒന്ന് നോക്കിയാലും. ഇതി സ്തോതും വാഞ്ചൻ, എന്ന് സ്തുതിക്കുന്നതിന് ആഗ്രഹിക്കുന്നവനായി. യഹ, യാതൊരുത്തൻ, ഏതൊരുവൻ, ഭവാനിത്വം ഇതി കഥയതി, ഭവാനിത്വം എന്ന് പറഞ്ഞു തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ ഭക്തൻ പറയാൻ ഉദ്ദേശിച്ചത്
അല്ലയോ ശിവന്റെ പത്നിയായ പാർവതി, നിൻ തിരുവടി ദാസനായ എന്നിൽ കരുണയോടുകൂടി ഒരു ദൃഷ്ടിയെ ചെയ്താലും, എന്നെ ഒന്ന് നോക്കിയാലും, ഇതി സ്തോതും വാഞ്ചൻ എന്ന് സ്തുതിക്കുവാൻ ആഗ്രഹത്തോടുകൂടിയ യാതൊരുവൻ ഭവാനിത്വം ഇതി കഥയതി. ഈ രണ്ട് പദങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലയോ ഭവാനി, നീ എന്നിൽ കരുണ പതിയണം, നിന്റെ കരുണ പതിയണം എന്ന് പറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭവാനിത്വം, ഈ രണ്ട് പദം, ഭവാനി എന്നത് ത്വം എന്ന രണ്ട് പദം മാത്രമേ ആ ദാസൻ ഭക്തൻ പറഞ്ഞുള്ളൂ. തഥായേവ ത്വം, ആ സമയത്ത് തന്നെ നീ എന്ന് പറഞ്ഞാൽ ദേവി, തസ്മൈ അവനായിക്കൊണ്ട്, അങ്ങനെ ഒരു ദാസൻ പറഞ്ഞ സമയത്ത് ആ ദാസനായിക്കൊണ്ട് മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം, മുകുന്ദൻ വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ ആ ദേവതമാരുടെ സ്ഫുടമകുട നീരാജിത പദാം, സ്ഫുടമകുടങ്ങളാൽ നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോടുകൂടിയ, ഇവിടെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ മുതലായ ദേവതമാര്, ദേവേന്ദ്രൻ മുതലായവര് ദേവിയുടെ കാലിൽ വീണ് നമസ്കരിച്ച് കിടക്കുകയാണ്. എപ്പോഴും അവരുടെ ആ ശിരസ് ദേവിയുടെ കാലിലാണ്. ശിരസിന്റെ മുകളിലുള്ള കിരീടങ്ങൾ മുഴുവനും, 3 കിരീടവും ദേവിയുടെ കാലിൽ ഇങ്ങനെ സ്പർശിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പാദങ്ങളോട് കൂടിയ മുകുന്ദൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവരുടെ സ്ഫുടമകുടങ്ങളാൽ നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോട് കൂടിയ നിജ സായുജ്യ പദവിയും, തൻ്റെ സായുജ്യ പദവിയെ ദിശസി കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, അല്ലയോ ദേവി, എന്നിൽ ഒരു കരുണ ദൃഷ്ടി പതിയണമേ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു ദാസൻ ആഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയ സമയത്ത്, ഇത്രയും വാചകം മുഴുവൻ പൂർത്തിയായില്ല, 2 പദം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ സമയത്ത് തന്നെ ദേവി സായുജ്യ പദവി കൊടുക്കുന്നു. ഇതാണ് അർത്ഥം. അല്ലയോ ഭവാനി, അവിടുത്തെ ദാസനായ എന്നിൽ നിൻ തിരുവടിയുടെ കരുണാകടാക്ഷം പതിപ്പിച്ചാലും എന്നിങ്ങനെ സ്തുതിക്കുന്നതിന് ആഗ്രഹിക്കുന്നവനായി, സ്തുതിക്കുവാൻ ആഗ്രഹിച്ചേ ഉള്ളൂ, സ്തുതി ചെയ്തിട്ടില്ല, ആഗ്രഹിക്കുന്നവരായി ഏതൊരു വ്യക്തി ഭവാനിത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ നിൻ തിരുവടി അവന് മുകുന്ദൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവരുടെ സ്ഫുടമകുടങ്ങളാൽ നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോടുകൂടിയ അവിടുത്തെ സായുജ്യ പദവിയെ നൽകുന്നു. ഒരു പദം വളരെ ശ്രദ്ധിക്കേണ്ട പദമാണ് സായുജ്യം എന്നത്. സംഗീതാത്മകമായിട്ട് ഈ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് സായുജ്യ പദവിയും ഇങ്ങനെയെല്ലാം ചിലർ പറയുന്നു. അത് പാടില്ല. അവിടെ ഹ്രസ്വമാണ് ഉപയോഗിക്കേണ്ടത്. സായുജ്യ പദവി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള ശ്ലോകങ്ങളിലും ഈ പദം വരുന്നുണ്ട്. അവിടെ സായുജ്യ പദവി എന്ന് തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ഓർക്കുക. ഭവാനി എന്ന പദത്തിന് ഭവന്റെ പത്നി എന്നാണ് അർത്ഥം. ഭവാനി, ഭവന്റെ പത്നി, ഇതിന്റെ സാമാന്യ അർത്ഥം. ദാസൻ യജമാനന്റെ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്യാതെ നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ്. ദേവിയുടെ ദാസനാണ് ഞാൻ എന്ന മനോഭാവത്തോടെ സമീപിച്ച് എന്നിൽ കരുണാപൂർണമായ ദൃഷ്ടി പതിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന സാധകന് താൻ ഉദ്ദേശിച്ച വാക്യം മുഴുവനും ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആചാര്യസ്വാമികൾ നമ്മളോട് പറയുന്നത്. ഭവാനിത്വം എന്ന ആദ്യത്തെ 2 വാക്കുകൾ ഉച്ചരിച്ചു കഴിയുമ്പോഴേക്കും ആ ഭക്തന് ദേവി തന്റെ സായുജ്യ പദവി ദാനം ചെയ്യുന്നു. സായുജ്യം മുക്തിയാണ്. മുക്തി 5 തരത്തിലാണുള്ളത്. ശ്രീമദ് ഭാഗവതത്തിൽ പ്രത്യേകം അത് പറയുന്നുണ്ട്. ഒന്ന് സാലോക്യമുക്തി, ആരാധ്യ ദേവതയുടെ ലോകത്ത് വസിക്കുക. ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ വൈകുണ്ഠത്തിൽ വസിക്കുക. ഇഹലോകവാസം കഴിഞ്ഞ് പരലോകവാസം, ഈ ലോകം വിട്ട് ജീവൻ വെടിഞ്ഞ് പോകുന്ന സമയത്ത് വേറൊരു ലോകത്തിലേക്ക് പോകണം. അത് വൈഷ്ണവരാണെങ്കിൽ വൈകുണ്ഠപ്രാപ്തി, വൈകുണ്ഠത്തിലേക്ക് പോകും എന്ന് പറയുന്നു. ശിവഭക്തന്മാർക്ക് കൈലാസത്തിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. ദേവി ഭക്തന്മാർക്ക് ദേവിയുടെ വീടാണ് ചിന്താമണി ഗൃഹം, അവിടെയാണ് വാസം. അത് വൈഷ്ണവനായിക്കോട്ടെ, ശൈവനായിക്കോട്ടെ, ഇനി ശാക്തേയനായിക്കോട്ടെ, 3 പേർക്കും മുക്തി കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഏത്
സ്വീകരിക്കണമെന്നത് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് സ്വീകരിക്കാവുന്നതാണ്. മൂന്ന് മുക്തിക്കും തുല്യഫലം തന്നെയാണ്. മൂന്ന് ദേശത്തേക്കും പോകുന്നതും തുല്യ യാത്ര തന്നെയാണ്, തുല്യഫലം തന്നെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ മുക്തിയാണ് സാരൂപ്യമുക്തി. ദേവതയുടെ രൂപം ഭക്തന് ലഭിക്കുന്നത്, ദേവതയുടെ സ്വരൂപം എന്താണോ അത് ഭക്തന് കിട്ടുന്ന മുക്തി. മൂന്ന് സാമീപ്യമുക്തി, ദേവതയുടെ സമീപത്ത് വസിക്കുക, മരണശേഷം ആ ആഗ്രഹിക്കുന്ന ഇഷ്ടദേവതയുടെ സമീപത്ത് നമുക്ക് വസിക്കുന്ന മുക്തിയാണ് സാമീപ്യമുക്തി. ഇനി സാർഷ്ടിമുക്തി, ഭാഗവതത്തിൽ 5 മുക്തിയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീമദ് ഭഗവത്ഗീതയിൽ 4 മുക്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സാർഷ്ടിമുക്തി എന്ന് പറഞ്ഞാൽ സമാന ഐശ്വര്യത്വം. ദേവതയുടെ ഈശ്വരഭാവം അഷ്ട ഐശ്വര്യങ്ങളെ കൊണ്ടാണ് കിട്ടുന്നത്. അണിമ, മഹിമ, ലഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, ഇങ്ങനെ അണിമാതി സിദ്ധികളാണ്. ഈ സിദ്ധികൾ ഉള്ളത് കൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഐശ്വര്യമുള്ളവനാണ് ഈശ്വരൻ. ആ 8 സിദ്ധികളും ഭക്തന് ലഭിക്കുന്ന മുക്തിയാണ് സാർഷ്ടിമുക്തി. ഇനി സായുജ്യമുക്തി, ഇത് 5ാമത്തെ മുക്തിയാണ്. ദേവതയിൽ ലയിക്കുന്നതാണ്. 1 മുതൽ 4 വരെയുള്ള മുക്തികളിൽ ഭക്തന് ഇഷ്ടദേവതയിൽ നിന്നും വ്യതിരിക്തമായ വ്യക്തിത്വമാണ്. ആദ്യത്തെ 4 മുക്തികളിൽ ഭഗവാനും ഭക്തനും വേറെ വേറെ എന്ന ഭാവത്തിലാണ് ആ മുക്തി കിട്ടുന്നത്. സായുജ്യമുക്തി ലഭിച്ചു കഴിഞ്ഞാൽ ആരാധകനും ആരാധ്യ ദേവതയും ഒന്നായി തീരും. ദേവതയുടെ ശരീരം, ആ ദേവതയ്ക്ക് ഒരു മനുഷ്യ ശരീരം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് ഭക്തന്റെ മരണാനന്തരം നമ്മൾ അവിടെ വസിക്കുന്ന മുക്തി. ദേവതയുടെ ശരീരത്തിന്റെ അകത്ത് ദേവതയുടെ ആ ഒരു രക്തത്തിന്റെ ഒരു അംശമായോ മജ്ജയുടെ ഒരു അംശമായോ ദേവതാ ശരീരത്തിൽ ഭക്തന്റെ ആത്മാവ് ലയിച്ച് ചേർന്ന് നിൽക്കുന്ന ഭാവമാണ് സായുജ്യമുക്തി എന്ന് പറയുന്നത്. ഈ 5 മുക്തികളിൽ വെച്ച് സായുജ്യമുക്തിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തില് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാറ്റിനും, ഗുരുദേവനും സായുജ്യമുക്തിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആചാര്യസ്വാമികളും സായുജ്യമുക്തിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തത്. ഇവിടെ സായുജ്യമുക്തി കിട്ടിക്കഴിഞ്ഞാൽ ദേവതയും വാസകനും അല്ലെങ്കിൽ ആ സാധകനും തമ്മിൽ വേറെ അല്ല, താതാത്മ്യഭാവം പ്രാപിക്കുന്നു. പിന്നീട് ഇവിടെ ആരാധകൻ എന്ന ഭാവമേ ഇല്ല, ആരാധ്യ ദേവത മാത്രമായി തീരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു ഉപ്പ് പാവ കടലിന്റെ അകത്തേക്ക് പോയിട്ട് ആ കടലിന്റെ ആഴം അളക്കാൻ പോയി ഉപ്പുപാവ. അങ്ങനെ ആഴം അളന്ന് ഉപ്പുപാവ ഇല്ലാതെ തീർന്നു. ഇതുപോലെയാണ് സായുജ്യമുക്തി. മുകുന്ദൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ എന്നിവരുടെ മകുടങ്ങളാൽ നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോട് കൂടിയതാണ് ദേവിയുടെ സായുജ്യ പദവി. ആ പാദങ്ങളുടെ വിശേഷണം, ആ പാദങ്ങളിൽ ഈ 3 ദേവതമാരുടെ മറ്റുള്ള അനവധി ദേവതമാരുടെയും കിരീടങ്ങളാണ് പതിച്ചിരിക്കുന്നത്. നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോട് കൂടിയതാണ് ദേവിയുടെ സായുജ്യ പദവി. ദേവന്മാരുടെ സ്ഫുടമായ തെളിഞ്ഞ രത്നങ്ങളാൽ, സ്ഫുടം തെളിഞ്ഞത് രത്നങ്ങളാൽ പ്രകാശിക്കുന്ന കിരീടങ്ങൾ അണിഞ്ഞിട്ടുള്ള, അതായത് ദേവന്മാർ വീണ്ടും വീണ്ടും ദേവിയെ നമസ്കരിക്കുമ്പോൾ ദേവീപാദങ്ങളുടെ പ്രകാശം കിരീടത്തിലെ രത്നങ്ങളിൽ പ്രതിഫലിച്ച് ദീപമാലകൾ പോലെ ശോഭിക്കുന്നു. നീരാജനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആരതി കാണിക്കുക. ആരതി കാണിക്കുന്ന സമയത്ത് ഒരു വിളക്കില് ആ ദീപം എടുത്തിട്ട് ഇങ്ങനെ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നീരാജനം ചെയ്യുക എന്ന ക്രിയ. ഇവിടെ കവിയാകുന്ന ആചാര്യസ്വാമികൾക്ക് തോന്നുകയാണ് ഒരു ദേവത മുകുന്ദൻ കാല് തൊട്ട് നമസ്കരിച്ചു, എണീറ്റ് പോകുന്ന സമയത്ത് അവിടെ നീരാജനമായിട്ട് തോന്നും. ഇനി ബ്രഹ്മാവ് കാല് നമസ്കരിച്ചു എണീറ്റ് പോകുന്ന സമയത്ത് ഇങ്ങനെ നീരാജനമായിട്ട് മുകളിലേക്കും താഴേക്കും ആ ഒരു പുരോഹിതൻ നീരാജനം കാണിക്കുന്നത് പോലെ ഈ കവിഭാവനയാണ് ഇവിടെ കാണുന്നത്. പ്രതിഫലിച്ച് ദീപമാലകൾ പോലെ ശോഭിക്കുന്നു. മാറി മാറി നമസ്കരിക്കുമ്പോൾ കിരീടങ്ങളുടെ പ്രഭാനാളങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു. അതിനെ കിരീടങ്ങൾ കൊണ്ട് ദേവീപാദങ്ങൾക്ക് നീരാജനം ചെയ്യുന്നതായി വർണ്ണിച്ചിരിക്കുകയാണ്. ആ ഒരു കവിയുടെ ആലങ്കാരിക പ്രയോഗമാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇനി ആ 2 പദങ്ങൾ നമുക്ക് നോക്കുക. അതിൽ ഒരു പദത്തിലാണ് ഇതിന്റെ
ആ ഒരു രഹസ്യം കിടക്കുന്നത്. ഭൂധാതുവിന്റെ ലോട്ട് ഉത്തമ പുരുഷ ഏകവചനമാണ് ഭവാനി. ഒന്ന് ക്രിയയാണ്. ആദ്യത്തെ പദം ഹേ ഭവാനി എന്നത് നാമപദമാണ്. അല്ലയോ ദേവി. ഭവാനി, ഭവാന്യൗ, ഭവാന്യഃ. ഹേ ഭവാനി. അവിടെ അല്ലയോ ദേവി എന്ന് സംബോധന ചെയ്യുന്ന നാമപദമാണ് ആദ്യം കിടക്കുന്ന ഭവാനി. രണ്ടാമത്തെ ഭവാനി എന്നത് ക്രിയകൾ 10 ലകാരങ്ങളാണ് സംസ്കൃത ഭാഷയിൽ ഒരു ക്രിയയ്ക്കുള്ളത്. ലട്ട്, ലോട്ട്, ലങ്, ലിങ് ഇങ്ങനെ വേർതിരിച്ചിരിക്കുകയാണ്. അതിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇംപറേറ്റീവ് മൂഡ് എന്നതാണ് ലോട്ട് എന്ന ആ ലകാരം. അത് ഭവതു, ഭവതാത്, ഭവതാം, ഭവന്തു, ഭവ, ഭവതാത്, ഭവതം, ഭവത, ഭവാനി, ഭവാവ, ഭവാമ. അവിടെ ആ ഉത്തമപുരുഷൻ ഏകവചനം ഭവാനി എന്നതാണ്. ഭവാനി എന്ന ഈകാരന്ത ശ്രീലിംഗ ശബ്ദം ചൊല്ലുമ്പോൾ ഭവാനി, ഭവാന്യൗ, ഭവാന്യഃ, ഹേ ഭവാനി. അവിടെയും ഭവാനി എന്ന് തന്നെയാണ് ശബ്ദം. ക്രിയയിലും ഭവാനി എന്ന് തന്നെയാണ് ശബ്ദം. അവിടെ ഹ്രസ്വമോ ദീർഘമോ എല്ലാം തുല്യം തന്നെ. ഭവാനി ഒന്ന് നാമമാണ്, ഒന്ന് ക്രിയയാണ്. രണ്ടാം വരി അവസാനിക്കുന്ന ഭാഗത്തിലെ ഭവാനിത്വം ഇതി എന്നതിലെ ഭവാനി എന്നതാണ് ക്രിയ. ആ ഭാഗത്തെ ഭവാനിത്വം എന്നതിന് ഞാൻ നീയായി ഭവിക്കട്ടെ അഥവാ ഞാൻ നീയാണ് എന്ന അർത്ഥമാണ് ആ ക്രിയാപദത്തിനുള്ളത്. ഞാൻ നീയായി ഭവിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നീ തന്നെയാകുന്നു. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്വീകരിക്കാം. ഭവിക്കട്ടെ എന്നതിനാണ് പ്രാധാന്യം. ഉപനിഷത്ത് മഹാവാക്യങ്ങളായ തത്വമസി എന്ന മഹാവാക്യവും അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യവും കുറിക്കുന്ന ആശയം ഭവാനിത്വം എന്ന ഈ പ്രയോഗത്തിൽ രഹസ്യമായി കിടക്കുന്നു. അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, തത് ത്വമസി, ഇങ്ങനെ 4 മഹാവാക്യങ്ങളുണ്ട്. 4 ഉപനിഷത്തിലാണ് കിടക്കുന്നത്. അതിൽ 2 ഉപനിഷത്ത് മഹാവാക്യങ്ങളായിരിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്നതും തത് ത്വമസ്മി, ത്വം അസി, ഞാൻ ബ്രഹ്മമാകുന്നു, അഹം ബ്രഹ്മാസ്മി, തത് ഏവ ത്വം അസി, അത് തന്നെ നീയാകുന്നു. ഈ 2 മഹാവാക്യങ്ങളുടെ അർത്ഥകൽപ്പന രണ്ടാമത്തെ ഭവാനി എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നു. ഇതാണ് ഇതിന്റെ രഹസ്യം. ഇത് ഭക്തൻ അറിയുന്നില്ല. ദാസൻ ചോദിക്കുന്നത് അല്ലയോ അമ്മേ എന്നാണ്. അമ്മ അർത്ഥമെടുത്തതോ ഉപനിഷത്ത് മഹാവാക്യങ്ങളാണ് ഈ എന്റെ ഭക്തൻ പറഞ്ഞത്. അതുകൊണ്ട് ആ മഹാവാക്യങ്ങളുടെ അർത്ഥകൽപ്പന എന്താണോ അതാണ് ഞാൻ എൻ്റെ ദാസനായിരിക്കുന്ന ഭക്തന് കൊടുക്കേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അത് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അമ്മേ എനിക്ക് 100 രൂപ തരണേ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് 100 എനിക്ക് കൊടുക്കുന്ന സ്വഭാവമില്ല, 1000 എനിക്ക് കൊടുക്കുന്ന സ്വഭാവമില്ല. ഞാൻ 10,000 തന്നേക്കാം. അങ്ങനെ 10,000 തന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമെടുക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കാതെയോ ഈ ഭവാനി എന്ന ആ പ്രയോഗത്തിൽ രഹസ്യമായി കിടക്കുന്ന വിഷയം ഇതാണ്. എന്നാൽ ഈ രഹസ്യം ഭക്തന് അറിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതോ അറിയാതെയോ അറിഞ്ഞോ അഗ്നിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അഗ്നി നമ്മളെ ദഹിപ്പിച്ചു കളയും. അഗ്നിക്ക് ചൂടുണ്ട് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്കറിയാം. ചെറിയ കുട്ടികളുടെ അച്ഛനും മകളും കൂടി പോകുന്ന സമയത്ത്, റോഡിൽ കൂടി പോകുന്ന സമയത്ത് അതിൽ വെള്ളം റോഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളം തെറിച്ചു കഴിഞ്ഞാൽ വാഹനം വന്ന് വെള്ളം സ്പർശിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം തെറിക്കുമെന്നുള്ളത് അച്ഛനറിയാം, പക്ഷെ കുട്ടിക്കറിയില്ല. വാഹനം പോകുന്ന സമയത്ത് 2 പേർക്കും ഫലം തുല്യം എന്ന് പറയുന്നത് പോലെ അനിച്ഛയ അഭി സംസ്പൃഷ്ട ദഹത്യേവ ഹി പാപകഃ. അനിച്ഛയ അഭി സംസ്പൃഷ്ട, ഇച്ഛയില്ലാതെ ആഗ്രഹമില്ലാതെ സംസ്പൃഷ്ട സ്പർശിച്ചാൽ, അഗ്നിയെ സ്പർശിച്ചാൽ ദഹതി ഏവ, അത് ദഹിപ്പിക്കുക തന്നെ ചെയ്യും എന്നതാണ് പ്രമാണം. അതുപോലെ അഗ്നി തന്റെ സ്വഭാവം കാണിക്കുന്നത് പോലെ ദേവി തന്റെ സ്വഭാവം ക്രിയാരൂപമായ ഭവാനി എന്നത് കാണിച്ചു, അതിൽ കൂടി കാണിച്ചു തന്നിരിക്കുന്നു. ദേവിയുടെ തനി സ്വഭാവം ദേവി കാണിച്ചു തന്ന ശ്ലോകമാണിത്. അത് അഗ്നി, ദാഹക ശക്തിയുള്ള അഗ്നി എങ്ങനെയാണോ നമ്മളെ ദഹിപ്പിച്ചത് അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നത്, അതുപോലെ ദേവി തൻ്റെതായ സ്വഭാവം ഭക്തൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കൊടുക്കുക എന്നതാണ് ദേവിയുടെ സ്വഭാവം. അത് ദേവി കാണിച്ചു. ക്രിയാരൂപമായ ഭവാനി എന്നത് തത്പദവാച്യമാണ്. തത് ത്വം അസി എന്നതിലെ തത്പദവാച്യമാണ് ഭവാനി എന്നത്. അതിനെ ത്വം പദത്തോട് അന്വയിക്കുമ്പോൾ തത്വമസി എന്ന മഹാവാക്യത്തിന്റെ അർത്ഥമായി പരിണമിച്ചു.
വാക്യമായല്ല പരിണമിച്ചത്, അർത്ഥമായി പരിണമിച്ചു. ഭവാനിത്വം എന്നതിനും തത്വമസി എന്നതിനും ഞാൻ നിൻ തിരുവടിയായി ഭവിക്കുന്നു എന്നാണ് അർത്ഥകൽപ്പന. ഇതറിയാതെ അവൻ അങ്ങനെ പ്രയോഗിച്ചു. എങ്കിലും അറിയാതെയാണ് ഭക്തൻ പ്രയോഗിച്ചത്. എങ്കിലും ഭക്തൻ അറിഞ്ഞിട്ടില്ല. ഭക്തൻ ഇങ്ങനെയുള്ള മഹാവാക്യങ്ങളെ പറ്റി ഒന്നും തന്നെ അറിയില്ല. ഭക്തന് സംസ്കൃത ഭാഷ അറിയില്ല, മലയാള ഭാഷ തന്നെ ശരിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ഭക്തനാണ് എന്നിൽ ഒരു ചെറിയ ദൃഷ്ടി തരണേ എന്ന് പ്രാർത്ഥിച്ചത്. കരുണാനിധിയായ ദേവി തത്ഫലഭൂതമായ നിജ സായുജ്യത്തെ തന്നെ അവന് ദാനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, ജപം, ഹോമം, അർച്ചന എന്നിപ്രകാരമുള്ള ഉപാസനാ വിധിയേക്കാൾ 108 പ്രാവശ്യം നാമം ജപിക്കുന്നു. ലളിതാ സഹസ്രനാമം 1000 നാമങ്ങൾ ഞാൻ ജപിക്കുന്നു. ഹോമകുണ്ടത്തിൽ ദേവിക്കായിക്കൊണ്ട് ഹവിസ്, ചോറ്, അതുപോലെ പുഷ്പങ്ങള്, നിവേദ്യ വസ്തുക്കൾ മുഴുവനും ഞാൻ അർപ്പിക്കുന്നു. അർച്ചന ചെയ്യുന്നു, വിഗ്രഹത്തിന്റെ മുമ്പിൽ പുഷ്പങ്ങൾ ഇട്ട് അർച്ചന ചെയ്യുന്നു. എന്നിപ്രകാരമുള്ള ഉപാസന വിധിയേക്കാൾ ദേവിയുമായുള്ള താതാത്മ്യ ഉപാസന ക്ഷണസാധ്യമാകുന്നു. ദേവിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഉള്ള ഉപാസനയാണ്, മാനസികമായ ഉപാസനയാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് കാണിക്കുന്നത്. ഇവിടെ സദ്യഫലദായിത്വം, പെട്ടെന്ന് ഫലത്തെ ദാനം ചെയ്യുക എന്ന അവസ്ഥ ഈ ശ്ലോകത്തിൽ കൂടി ആചാര്യസ്വാമികൾ നമുക്ക് തരുന്ന സന്ദേശമാണത്. ഇവിടെ ദേവിയുടെ കാരുണ്യാതിശയത്തെയും ക്ഷിപ്രപ്രസാദന ശീലത്തെയും പ്രകീർത്തിക്കുന്നു. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് സർവകാര്യസിദ്ധി, അധീശത്വം, സാമ്രാജ്യപ്രദം, ഒരു സാമ്രാജ്യം കീഴടക്കുവാനുള്ള ശക്തി വരെ സാധകനുണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഒന്നാണ് അടുത്ത ശ്ലോകമാണ് 23. ത്വയാ ഹൃത്വാ വാമം. ഈ ശ്ലോകം ശിവനും ശക്തിക്കും തമ്മിൽ ഭേദഭാവമില്ല എന്ന് വ്യക്തമാക്കുന്നു. ശിവൻ തന്നെയാണ് ദേവി, ദേവി തന്നെയാണ് ശിവൻ. ഇത് രണ്ടും തുല്യം തന്നെയാണ്. അർദ്ധനാരീശ്വര സങ്കല്പം ആണ് ഇവിടെ പറയുന്നത്. ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോരപരമപി ശങ്കേ ഹൃതമഭൂത്. ഏതത്തൊദ്രൂപം സകലമരുണാഭം ത്രിനയനം കുജാഭ്യാം ആനമ്രം കുടിലശശി ചൂടാലമകുടം. ത്വയാ ഹൃത്വാ വാമം വപുരപരിതൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോരപരമപി ശങ്കേ ഹൃതമഭൂത്. യദേതത്തൊദ്രൂപം സകലമരുണാഭം ത്രിനയനം കുജാഭ്യാം ആനമ്രം കുടിലശശി ചൂടാലമകുടം. ത്വയാ ഹൃത്വാ വാമം വപുഃ അപരിതൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോഃ അപരമപി ശങ്കേ ഹൃതം അഭൂത്. യത് ഏതത് ത്വദ്രൂപം സകലം അരുണാഭം ത്രിനയനം കുജാഭ്യാം ആനമ്രം കുടിലശശി ചൂടാലമകുടം. വപുഃ അപരിതൃപ്തേന, വപുഃ വിസർഗം വപുരപരി രേഖമായി മാറുന്നു. വപുഃ അപരിതൃപ്തേന, വപുരപരിതൃപ്തേന. ശംഭോഃ അപരമപി, ശംഭോരപരമപി. അപരം അപി അപരമപി. യത് ഏതത് ത്വദ്രൂപം, യത് പ്ലസ് ഏതത് പ്ലസ് ത്വദ്രൂപം, യതേതത് ത്വദ്രൂപം. സകലം പ്ലസ് അരുണാഭം, സകലമരുണാഭം. കുജാഭ്യാം ആനമ്രം, കുജാഭ്യാം ആനമ്രം, കുജാഭ്യാം മാനമ്രം. അല്ലേ നോക്കുക. അല്ലയോ അമ്മേ, ശംഭോഃ വാമം വപുഃ ഹൃത്വാ അപരിതൃപ്തേന മനസാ അപരം ശരീരാർത്ഥം അപി ത്വയാ ഹൃതം അഭൂത്. ഇതി ശങ്കേ യത് ഏതത് ത്വദ്രൂപം സകലം അരുണാഭം ത്രിനയനം കുജാഭ്യാം ആനമ്രം കുടില ശശി ചൂടാലമകുടം. ശംഭോഃ വാമം വപുഃ ഹൃത്വാ അപരിതൃപ്തേന മനസാ അപരം ശരീരാർത്ഥം അപി ത്വയാ ഹൃതം അഭൂത്. ഇതി ശങ്കേ യത് ഏതത് ത്വദ്രൂപം സകലം അരുണാഭം ത്രിനയനം കുജാഭ്യാം ആനമ്രം
കുടിലശശി ചൂടാലമകുടം. ശംഭോഹോ, ശംഭുവിന്റെ വാമം വപു, ഇടത് ഭാഗമായ ശരീരം, കൃത്വ അപഹരിച്ചിട്ട്, അപരിതൃപ്തേന തൃപ്തിപ്പെടാത്ത മനസ്സോട് കൂടിയവളായിട്ട്, മനസ്സോട് കൂടിയവളായിട്ട്, അപരം ശരീരാർത്ഥമപി, ശരീരത്തിന്റെ മറ്റേ പകുതി ഭാഗവും കൂടി, ത്വയ നിൻ തിരുവടിയാൽ, കൃതം അപഹരിക്കപ്പെട്ടതായി, അഭൂത് ഭവിച്ചു. ഇതി ശങ്കേ, എന്ന് ഞാൻ ശങ്കിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ, ഏതത് ത്വദ്രൂപം, നിൻ തിരുവടിയുടെ ഈ രൂപം, സകലം അരുണാഭം ത്രിനയനം, മുഴുവനും ചുവന്ന കാന്തിയോട് കൂടിയതായും, ത്രിനയനം 3 കണ്ണുകളോട് കൂടിയതായും, കുജാഭ്യാം 2 സ്തനങ്ങളെ കൊണ്ട്, 2 മാറിടങ്ങളെ കൊണ്ട്, ആ നമ്രം അല്പം കുനിഞ്ഞതായും, കുടിലശശി ചൂടാലമകുടം വളഞ്ഞ ചന്ദ്രക്കല അലങ്കാരമായ കിരീടത്തോടു കൂടിയതായും ഭവിക്കുന്നുവല്ലോ. ഇവിടെ ശംഭുവിന്റെ ഇടതുഭാഗമായ ശരീരം അപഹരിച്ചു ദേവി. അതിനുശേഷം ദേവിക്ക് തൃപ്തി വന്നില്ല. അപരിതൃപ്തേന മനസ്സാ അപരം ശരീരാർത്ഥമപി, മറ്റുള്ള ഭാഗവും കൂടി, ആദ്യം തന്നെ പകുതി ഭാഗം അപഹരിച്ചു, ബാക്കി ശിവന്റെ ഭാഗമാണ്, ആ ഭാഗവും കൂടി നിന്നാൽ അപഹരിക്കപ്പെട്ടതായി ഭവിച്ചു എന്ന് ഞാൻ ശങ്കിക്കുന്നു. ഭക്തൻ അല്ലെങ്കിൽ ശങ്കരാചാര്യർ ശങ്കിക്കുകയാണ്. ആദ്യം തന്നെ പകുതി ഭാഗം എഴുതി മേടിച്ചു, ബാക്കിയും എഴുതി മേടിച്ചു കഴിഞ്ഞു എന്ന് എനിക്കൊരു ശങ്കയുണ്ട്. എന്തുകൊണ്ടെന്നാൽ, ഏതത് ത്വദ്രൂപം സകലം അരുണാഭം ത്രിനയനം, ഇപ്പോൾ ഞാൻ കാണുന്ന ഈ രൂപം മുഴുവനും ചുവന്ന നിറത്തോടു കൂടിയതാണ്. 3 കണ്ണുള്ള ദേവിയാണ്. 3 കണ്ണ് ശിവന് മാത്രമേ ഉള്ളൂ. ആ ദേവിക്ക് ഞാനിത് കാണുമ്പോൾ ഇത് ദേവിയും ശിവനും ഒന്ന് തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. കുജാഭ്യാം ആനമ്രം, കുജങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, വലിയ മാറിടങ്ങളാണ്. ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കുവാൻ വേണ്ടി അതിൽ മുലപ്പാൽ കൂടുതൽ ദേവി കരുതിയിരിക്കുകയാണ്. ഓരോ കുട്ടികൾക്കും പാല് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സൗന്ദര്യത്തിന്റെ ലക്ഷണമായ ആ സ്ത്രീ ശരീരം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നു മാറിടത്തിന്റെ ഭാരം കൊണ്ട്. കുടില ശശിചൂടാലമകുടം വളഞ്ഞ ചന്ദ്രക്കല അലങ്കാരമായ കിരീടത്തോടു കൂടിയതായും ഭവിക്കുന്നുവല്ലോ. അങ്ങനെ ഒരു സംശയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലയോ ഭഗവതി, പരമശിവന്റെ ശരീരത്തിന്റെ ഇടത് ഭാഗം അപഹരിച്ചിട്ട് തൃപ്തിപ്പെടാത്ത മനസ്സോടെ ശരീരത്തിന്റെ മറ്റേ പകുതി ഭാഗവും കൂടി ദേവിയാൽ അപഹരിക്കപ്പെട്ടതായി ഞാൻ ശങ്കിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ, എന്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ ഈ രൂപം മുഴുവനും അരുണകാന്തിയോട് കൂടിയതായും, 3 കണ്ണുകളോട് കൂടിയതായും, 2 സ്തനങ്ങളെ കൊണ്ട് അല്പം കുനിഞ്ഞതായും, വളഞ്ഞ ചന്ദ്രക്കല അലങ്കാരമായ കിരീടത്തോടു കൂടിയതായും വിളങ്ങുന്നുവല്ലോ. അർദ്ധനാരീശ്വര രൂപത്തിൽ ശിവഭാഗം പിങ്കളവർണ്ണവും, പിങ്കൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മഞ്ഞവർണ്ണം, ചുവപ്പല്ലാത്ത വർണ്ണം. ദേവീഭാഗം അരുണവർണ്ണവും, ചുവന്ന വർണ്ണം. വലതുഭാഗം പുരുഷന്റെ അവയവ ഘടനയോട് കൂടിയതും ഇടതുഭാഗം സ്ത്രീത്വം കുറിക്കുന്ന അവയവ ഘടനയോട് കൂടിയതുമാണ്. എന്നാൽ ഈ ശ്ലോകത്തിൽ ഭഗവത് പാദർ മനസ്സിൽ കാണുന്ന ദേവീരൂപം ആകെ അരുണാഭ വർണ്ണമാണ്. മുഴുവനും ചുവന്ന വർണ്ണമായിട്ട് സ്വാമികൾ കാണുന്നു. 3 കണ്ണുകൾ ആ രൂപത്തിലുണ്ട്. 2 മാറിടങ്ങളെ കൊണ്ട് അല്പം മുമ്പോട്ട് വളഞ്ഞതാണ് ശരീരം. വളവുള്ള ചന്ദ്രക്കല കൊണ്ട് അലങ്കൃതമായ കിരീടമണിഞ്ഞിട്ടുണ്ട്. 3 കണ്ണ്, ചന്ദ്രക്കല ചൂടിയ മകുടം എന്നിവ ശിവന് യോജിക്കുന്നു. എങ്കിലും ശങ്കരാചാര്യർ മനസ്സിൽ കാണുന്ന ദേവീരൂപം പൂർണ്ണമായും മാതൃഭാവമാണ് പ്രദർശിപ്പിക്കുന്നത്. ശിവശക്തിയ ഐക്യരൂപിണിയായ പരാശക്തിയിൽ ശിവഭാവം കാണാത്തത് എന്തുകൊണ്ടാണ്? ശിവഭാവം കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരമായാണ് ശ്ലോകത്തിന്റെ പൂർവാർത്ഥം പറയുന്നത്. പണ്ട് ദേവി ശിവന്റെ ശരീരാർത്ഥം തൻ്റെതാക്കി, എന്നിട്ട് അവിടത്തേക്ക് തൃപ്തി ഉണ്ടായി. തൃപ്തിയില്ലാത്ത മനസ്സോടുകൂടി നിൻ തിരുവടി ശിവന്റെ മറ്റേ പകുതി കൂടി സ്വന്തമാക്കി എന്ന് ഞാൻ ശങ്കിക്കുന്നു. കൗളമതപ്രകാരം ശക്തി തത്വത്തിൽ നിന്നും വേറിട്ട് ശിവതത്വം നിലനിൽക്കുന്നില്ല. കൗള മാർഗം, കുലാചാരം, ഇങ്ങനെ ഒരു സമ്പ്രദായം, അതിൽ രണ്ടും ഒന്ന് തന്നെ എന്നാണ് സങ്കല്പം. ശക്തി തത്വത്തിൽ ശിവതത്വം ഉൾപ്പെടുന്നതായിട്ട് അവിടെ പറയുന്നില്ല. ശക്തി തത്വത്തിൽ ശിവതത്വം അന്തർഭവിച്ചതായിട്ട് പറയുന്നു, രണ്ടും വേറെ ആയിട്ട് പറയുന്നില്ല. ശ്രീചക്ര പൂജയിൽ ശിവന് പൂജയില്ല, ദേവിക്ക് മാത്രമേ പൂജയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതനുസരിച്ചാണ് ഇങ്ങനെ സമർത്ഥിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശക്തി ഉപാസകൻ ശിവനെ വേറെയായി ഉപാസിക്കേണ്ടതില്ല. ശിവനെ കൂടാതെ ശക്തിയും ശക്തിരഹിതനായി ശിവനുമില്ല. ഈ രണ്ടുപേരുടെയും നിത്യമായ താതാത്മ്യഭാവം അഗ്നിക്കും അതിൻ്റെ ദാഹക ശക്തിക്കും തമ്മിലുള്ള ബന്ധം പോലെയാണ്.
അഗ്നിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ ചൂട് അനുഭവപ്പെടുന്നു. ആ അഗ്നിയും ചൂടും എങ്ങനെയാണോ ഒരുമിച്ച് നിൽക്കുന്നത്, അതുപോലെയാണ് ശിവപാർവതിമാർ ഒരുമിച്ച് നിൽക്കുന്നത്. ന ശിവേന വിനാശക്തി ന ശക്തിയാരഹിത ശിവ താതാത്മ്യം അനയോർ നിത്യം വന്നി ദാഹകയോരിവ. വന്നി അഗ്നിയും ദാഹകശക്തിയും തമ്മിലുള്ള ബന്ധം പോലെ അവർ ഒരുമിച്ച് നിൽക്കുന്നു. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് ഋണമോചനം, കടബാധ്യതയിൽ നിന്നും ഒഴിവാകാൻ സാധ്യമാകുന്നു, സമ്പത്ത് ലഭിക്കുന്നു, കന്നുകാലികൾ വർദ്ധിക്കുന്നു, ആപത്തിൽ നിന്നും രക്ഷ നേടാൻ സാധ്യമാകുന്നു. പശു, ആട് ഇങ്ങനെയൊക്കെ വളർത്തുന്ന ആളുകൾ ഇത് നിത്യവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രോഗങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 24-ാമത്തെ ശ്ലോകം. മുൻ ശ്ലോകത്തിൽ സൂചിപ്പിച്ച ദേവീ സായുജ്യത്തിന്റെ മഹാത്മ്യം ഈ ശ്ലോകം കൊണ്ട് കൂടുതൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഒന്നും കൂടി വ്യക്തമാക്കി തരികയാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, പരിണാമം, ലയം, പുനഃസൃഷ്ടി തുടങ്ങിയവയ്ക്ക് കാരണം പരാശക്തിയായ ദേവി തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. ജഗത് സൂതേ ധാത ഹരിരവതി രുദ്രക്ഷപയതേ തിരസ്കുർവന്നേതത് സ്വമപി വപു ഈശസ്തിരയതി സദാ പൂർവ സർവം തദിതം അനുഗൃഹാതി ച ശിവ തവ ആജ്ഞാമാലംബ്യ ക്ഷണചലിതയോർ ഭ്രൂലതികയോഃ. ജഗത് സൂതേ ധാത ഹരിരവതി രുദ്രക്ഷപയതേ തിരസ്കുർവന്നേതത് സ്വമപി വപുരീശസ്തിരയതി സദാ പൂർവ സർവം തദിതം അനുഗൃഹാതി ച ശിവ തവ ആജ്ഞാമാലംബ്യ ക്ഷണചലിതയോർ ഭ്രൂലതികയോഃ. ജഗത് സൂതേ ധാത ഹരിഹി അവതി രുദ്രഃ ക്ഷപയതേ തിരസ്കുർവൻ ഏതത് സ്വം അപി വപുഃ ഈശഃ തിരയതി സദാ പൂർവഃ സർവം ഒറ്റ പദമാണ് സർവം തത് ഇദം അനുഗൃഹാതി ച ശിവഃ തവാജ്ഞാം ആലംബ്യ ക്ഷണചലിതയോഃ ഭ്രൂലതികയോഃ. ഹരിഹി പ്ലസ് അവധി ഹരിരവതി തിരസ്കുർവൻ തിരസ്കുർവന്നേതത് സ്വം അപി വപുഃ ഈശഃ തിരയതി വപുരീശസ്തിരയതി തത് ഇദം അനുഗൃഹാതി തദിതമനുഗൃഹാതി ശിവഃ തവാജ്ഞാം ശിവസ്തവാജ്ഞാം തവ ആജ്ഞാം തവാജ്ഞാം ആജ്ഞാമാലംബ്യ ക്ഷണചലിതയോഃ ഭ്രൂലതികയോഃ. ചലിതയോർ ഭ്രൂലതികയോഃ. അവിടെ രേഖം വരുന്നു. ക്ഷണചലിതയോഃ ഭ്രൂലതികയോഃ, ക്ഷണചലിതയോർ ഭ്രൂലതികയോഃ. അന്യം നോക്കുക. ധാത അല്ലയോ അമ്മേ, ധാത ബ്രഹ്മാവ്, ജഗത് സൂതേ ഹരിഹി അവതി. ധാത ജഗത് സൂതേ ഹരിഹി അവതി രുദ്രഃ ക്ഷപയതേ ഈശഃ ഏതത് തിരസ്കുർവൻ സ്വം വപുഃ അപി തിരയതി സദാ പൂർവഃ ശിവഃ തദിതം സർവം തവ ക്ഷണചലിതയോഃ ഭ്രൂലതികയോഃ ആജ്ഞാം ആലംബ്യ അനുഗൃഹാതി ച. ധാതാ ജഗത് സൂതേ ഹരിഹി അവതി രുദ്രഃ ക്ഷപയതേ ഈശഃ ഏതത് തിരസ്കുർവൻ സ്വം വപുഃ അപി തിരയതി സദാ പൂർവഃ ശിവഃ തദിദം സർവം തവ ക്ഷണചലിതയോഃ ഭ്രൂലതികയോഃ ആജ്ഞാം ആലംബ്യ അനുഗൃഹാതി ച. ധാതാ ബ്രഹ്മാവ്, ജഗത് സൂതേ ലോകത്തെ പ്രസവിക്കുന്നു, ഹരിഹി അവതി ഹരി സംരക്ഷിക്കുന്നു, രുദ്രഃ ക്ഷപയതേ രുദ്രൻ സംഹരിക്കുന്നു, ഈശഃ ഏതത് തിരസ്കുർവൻ സ്വം വപുഃ അപി തിരയതി ഈശൻ പരമശിവൻ ഇവരെ തിരസ്കരിച്ചിട്ട് തന്നിൽ ലയിപ്പിച്ചിട്ട് തന്റെ ശരീരത്തെയും സ്വം വപുഃ അപി തന്റെ ശരീരത്തെയും മറയ്ക്കുന്നു, തിരയതി മറയ്ക്കുന്നു. സദാ പൂർവഃ ശിവഃ
സദാ എന്ന ശബ്ദം മുമ്പിലുള്ള ശിവൻ, അതായത് സദാശിവൻ. തദിതം സർവം തവ ക്ഷണചലിതയോഹോ ഭ്രൂലിതികയോഹോ ആജ്ഞാം അവലംബ്യ അനുഗൃഹാതി ച. സദാപൂർവനായിരിക്കുന്ന സദാശിവൻ എന്ന ശിവസങ്കല്പം. ഇവിടെ വ്യത്യസ്തമായ ശിവചൈതന്യങ്ങളെയാണ് പറയുന്നത്. ശിവ തദ് ഇതം, ഇവരെയെല്ലാം, സർവം, ഇവരെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവരെയെല്ലാം, തവ ക്ഷണചലിതയോഹോ, ക്ഷണമാത്രം ചലിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഒരു തവണ മാത്രം ഇളക്കപ്പെടുന്ന, ഭ്രൂലിതികയോഹോ പുരുകക്കുടികളുടെ ആജ്ഞാം ആലംബ്യ, ആജ്ഞയെ അവലംബിച്ചിട്ട്, അനുഗൃഹാതീച്ച അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലയോ അമ്മേ, ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിക്കുന്നു, വിഷ്ണു സംരക്ഷിക്കുന്നു, രുദ്രൻ സംഹരിക്കുന്നു, ഈശ്വരൻ ഇവരെ തന്നിൽ ലയിപ്പിച്ചിട്ട് തൻ്റെ ശരീരത്തെയും മറയ്ക്കുന്നു. സദാശിവൻ നിൻതിരുവടിയുടെ ക്ഷണമാത്രം ചലിക്കുന്നവയായ പുരികക്കൊടികളുടെ ആജ്ഞയെ അവലംബിച്ചിട്ട് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവരെ വീണ്ടും സൃഷ്ടിക്കുന്നു. പ്രപഞ്ച പരിണാമത്തിന് 5 ഘട്ടങ്ങളാണുള്ളത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിവയാണ് ഈ 5 ഭാഗങ്ങൾ. എന്നാൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 കാര്യങ്ങൾക്കാണ്. രാജസഗുണം അവലംബിച്ചുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും സാത്വിക ഗുണം അവലംബിച്ച് വിഷ്ണു രക്ഷിക്കുകയും താമസഗുണം അവലംബിച്ച് രുദ്രൻ സംഹരിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. പ്രപഞ്ചത്തെ രുദ്രൻ സംഹരിച്ചു കഴിയുമ്പോൾ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരും ഇല്ലാതെയാകുന്നു. അവിടെ ആ ബ്രഹ്മപ്രളയത്തെ പറ്റിയാണ് പറയുന്നത്. എല്ലാ ദേവതമാരും നശിക്കുന്നു എന്നർത്ഥം. അവർ ഈശ്വരനിൽ ലയിക്കുന്നു. ആ ഈശ്വരൻ സ്വയം സദാശിവനിൽ ലയിച്ച് തിരോഭൂതനായി തീരുന്നു. ദേവി സ്വയം സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നേയില്ല. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നു. ഓരോ ഗവർണർ പോലെയാണ്. ഓരോ ഡ്യൂട്ടി ഓരോ കാര്യം ദേവതമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദേവി ഒന്നും തന്നെ ചെയ്യുന്നില്ല. ദേവി വെറുതെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിനുള്ള നിർദ്ദേശങ്ങൾ വാക്കുകൊണ്ട് പോലും ദേവി നൽകുന്നില്ല. ദേവിയുടെ വായ തുറന്ന് ഇന്ന ആളുകൾ ചെയ്യണം എന്ന് പറയുന്ന പോലുമില്ല. ദേവിയുടെ പുരികക്കൊടികളുടെ അല്പമാത്രമായ ചലനം പ്രപഞ്ച സൃഷ്ടിക്കും തുടർന്നുള്ള പരിണാമങ്ങൾക്കും കാരണമായി തീരുന്നു. കണ്ണുകൊണ്ടൊന്നും നോക്കുക മാത്രമേ ദേവി ചെയ്യുന്നുള്ളൂ. അത് ആജ്ഞയായിട്ട് അവർ മനസ്സിലാക്കി ചെയ്യണം. വായ തുറക്കുന്ന പോലും ദേവി ചെയ്യുന്നില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവിഷ്ണു ഇന്ദ്രൻ തുടങ്ങിയവരുടെ സ്ഫുടമകുടങ്ങൾ കൊണ്ട് നീരാജനം ചെയ്യപ്പെട്ടു. അങ്ങനെ ചെയ്യപ്പെടുന്ന പാദങ്ങളോട് കൂടിയ ദേവിയുടെ സായുജ്യം എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായുജ്യത്തിന്റെ വിശേഷണം വളരെ ആലങ്കാരികമായ ഭാഷയിലാണ് ഭഗവത് പാദർ ആ കഴിഞ്ഞ ശ്ലോകത്തിൽ വിശദീകരിച്ചു തന്നത്. ആ സായുജ്യ പദവി ലഭിക്കുന്ന ഭക്തൻ മുമ്പ് പറഞ്ഞ 5 കൃത്യങ്ങൾക്കും അധികാരികളായ സൃഷ്ടി, സംഹാരം, സ്ഥിതി, തിരോധാനം, അവഗ്രഹം, ഇങ്ങനെ ആ 5 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരെക്കാളും ശ്രേഷ്ഠമായ പദവിയിൽ എത്തിച്ചേരുന്നു. സായുജ്യ പദവി ലഭിക്കുന്ന ഭക്തൻ അല്ലെങ്കിൽ ദാസൻ ഈ 5 ദേവതമാരിലും അവരിലും ഉയർന്ന പദവിയിലേക്ക് ആ ഭക്തൻ പ്രവേശിക്കുന്നു. മുൻപ് പറഞ്ഞ 5 കാര്യങ്ങൾക്കും അധികാരികളായ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരെക്കാളും ശ്രേഷ്ഠമായ പദവിയിൽ ആ ഭക്തൻ എത്തിച്ചേരുന്നു. അതെന്തുകൊണ്ടാണ്? ദേവിയുടെ കരുണാകടാക്ഷം കൊണ്ടാണ്. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി പറയുന്നത് തീരാ വ്യാധികൾ മാറുന്നു, ഭൂത അപസ്മാര പീഡകൾ ശമിക്കുന്നു, പിതൃശാപം തീരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ പിതാവ് മരിച്ചുപോയി അല്ലെങ്കിൽ മാതാവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിൽ തന്നെ അവർക്ക് വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ട് ചിലപ്പോൾ അവരുടെ മനസ്സിന്റെ താപം ഉണ്ടായിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ശാപമായി മാറിയിട്ടുണ്ടാവും. ശപിക്കണമെന്നില്ല, ശപിക്കാൻ അവർക്ക് സാധ്യമല്ല, പക്ഷെ താപം ചിലപ്പോൾ ശാപമായിട്ട് മാറാം. അങ്ങനെയാണെങ്കിൽ ആ താപം എന്ന് പറയുന്ന മലിനമായിരിക്കുന്ന ഊർജം നമ്മളുടെ ഈ ജന്മത്തിലെ പല കാര്യതടസ്സങ്ങൾക്കും കാരണമായിട്ട് വരും. അത് മാറുവാൻ വേണ്ടി ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഈ ശ്ലോകം. ഇനി 25ാമത്തെ ശ്ലോകം ദേവിയുടെ പാതാരബിന്ദങ്ങളുടെ മഹാത്മ്യാതിശയം വർണ്ണിക്കുന്ന ശ്ലോകം. പാതാരബിന്ദങ്ങളുടെ മഹാത്മ്യം. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ തവ ചരണയോർ യാ വിരചിത തഥാഹി പാദോദ്വഹനം അണിപീഠസ്യ നികടേ സ്ഥിതാഹ്യേതേ ശശ്വൻ മുകുളിത കരോത്തം സമകുടാഹ ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ
ഭവേത് പൂജാ തവ ചരണയോർ യാ വിരചിത തഥാ ഹി ത്വത്പാദോദ്വഹന മണിപീഠസ്യ നികടേ സ്ഥിതാ ഹ്യേതേ ശശ്വന്മുകുളിത കരോത്തം സമകുടാഃ ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ തവ ചരണയോഃ യാ വിരചിത തഥാ ഹി ത്വത്പാദോദ്വഹനമണിപീഠസ്യ നികടേ സ്ഥിതാ ഹി ഏതേ ശശ്വന്മുകുളിത കരോത്തം സമകുടാഃ ചരണയോഃ യാ ചരണയോർ യാ ഹി പ്ലസ് ഏതേ ഹ്യേതേ അന്യോ നോക്കിക്കോളൂ. ഹേ ശിവേ തവ ചരണയോഃ യാ പൂജാ വിരചിത സാ പൂജ തവ ത്രിഗുണജനിതാനാം ത്രയാണാം ദേവാനാം അപി പൂജാ ഭവേത് തഥാ ഹി ത്വത് പാദോദ്വഹനമണിപീഠസ്യ നികടേ ഏതേ ശശ്വത്മുകുളിത കരോത്തം സമകുടാഃ ശിവേ തവ ചരണയോഃ യാ പൂജ വിരചിത സാ പൂജ തവ ത്രിഗുണജനിതാനാം ത്രയാണാം ദേവാനാം അപി പൂജാ ഭവേത് തഥാ ഹി ത്വത്പാദോദ്വഹനമണിപീഠസ്യ നികടേ ഏതേ ശശ്വത്മുകുളിത കരോത്തം സമകുടാഃ. അല്ലയോ ശിവേ, ശിവപത്നി എന്നൊരർത്ഥം എടുക്കാം. ശിവമംഗളം, അല്ലയോ മംഗളസ്വരൂപിണിയായ അമ്മേ, രണ്ടർത്ഥം, ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. നിൻ തിരുവടിയുടെ രണ്ട് പാദങ്ങളിൽ, അതാണ് തവ ചരണയോഹോ, ചരണസ്യ ചരണയോഹോ, ഷഷ്ടി ദിവചനാണ്. നിന്റെ രണ്ട് പാദങ്ങളിൽ യാ പൂജാ വിരചിത, ഏതൊരു പൂജ ചെയ്യപ്പെടുന്നുവോ, സാ പൂജ, ആ പൂജ തവ ത്രിഗുണജനിതാനാം ത്രയാണാം ദേവാനാം അപി പൂജാ ഭവേത്. ആ പൂജ തവ ത്രിഗുണജനിതാനാം ത്രയാണാം ദേവാനാം, മൂന്ന് ഗുണങ്ങളെ ജനിപ്പിക്കുന്ന, സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ ജനിപ്പിക്കുന്ന ത്രയാണാം ദേവാനാം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ, അപി പൂജാ ഭവേത്. നിന്റെ പാദകമലങ്ങളിൽ ഞാനൊരു പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ദേവതമാരുടെയും പൂജ ചെയ്തതായിട്ടാണ് സങ്കല്പം വരുന്നത്. എന്തുകൊണ്ടെന്നാൽ തഥാഹി ത്വത് പാദോദ്വഹന മണിപീഠസ്യ നികടേ, നിന്റെ പാദങ്ങളെ വഹിക്കുന്ന മണിപീഠത്തിന്റെ സമീപത്ത്, നികടേ സമീപത്ത്, ഏതേ ഈ മൂന്ന് പേര് ശശ്വത് മുകുളിത കരോത്തം സമകുടാഃ സ്ഥിതാഃ ഹി, ശശ്വത് മുകുളിത കരോത്തം സമകുടാഃ സ്ഥിതാഃ ഹി, സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ? ഈ മൂന്ന് ദേവതമാര് എല്ലായ്പ്പോഴും കൂപ്പിയ കൈകൾ അലങ്കാരമായിട്ടുള്ള കിരീടത്തോടു കൂടിയവരായി സ്ഥിതി ചെയ്യുന്നു. ഈ മൂന്ന് ദേവതമാരും കൈ രണ്ടും അഞ്ജലിബദ്ധമാക്കിക്കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് ആ തല ദേവിയുടെ പാദങ്ങളിൽ വെക്കുന്നു. അപ്പോൾ ദേവിക്കൊരു പുഷ്പാർച്ചന ചെയ്യുമ്പോൾ ഈ പുഷ്പം ഈ മൂന്ന് ദേവതമാരുടെയും ശിരസിൽ വീഴും. അപ്പൊ ആ മൂന്ന് ദേവതമാരുടെയും അനുഗ്രഹം ഉണ്ടാകുന്നു എന്നർത്ഥം. അല്ലയോ ദേവി, ആ പാദങ്ങളിൽ ഒരു സാധകൻ ഏതെങ്കിലും ധ്യാനത്തോടു കൂടി ഒരു പൂജ ചെയ്യുന്നുവോ, ആ പൂജ നിൻ തിരുവടിയുടെ ത്രിഗുണങ്ങളായ സത്വരജസ് തമസ്സുകളിൽ നിന്നും ജനിച്ച ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ മൂന്ന് ദേവതമാർക്കും പൂജയായി ഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിൻ തിരുവടിയുടെ പാദങ്ങളെ വഹിക്കുന്ന മണിപീഠത്തിന്റെ സമീപത്ത് ഇവർ എല്ലായ്പ്പോഴും കൂപ്പിയ കൈകൾ അലങ്കാരമായിട്ടുള്ള കിരീടത്തോടു കൂടിയവരായി സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ കാലിൽ നമ്മൾ 108 നാമത്തെ കൊണ്ട് അർച്ചന ചെയ്യാറുണ്ട്. ലളിതാ സഹസ്രനാമ മാനസികമായി ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് പേരുടെയും തലയിലേക്കും അത് സംഭവിക്കുന്നു. അങ്ങനെ ആ മൂന്ന് പേരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടുന്നു. രജോ ഗുണത്തിൽ നിന്നും ബ്രഹ്മാവും, സത്വഗുണത്തിൽ നിന്നും വിഷ്ണു, തമോ ഗുണത്തിൽ നിന്നും രുദ്രൻ. ഇവർ എപ്പോഴും ദേവിയെ ആരാധിക്കുന്നവരാകയാൽ ഇവരുടെ മുകുളീകൃതങ്ങളായ കൈകൾ ഇങ്ങനെ കൈകൂപ്പി, ഇതാണ് മുകുളീകൃതം, ഇങ്ങനെ തലയിൽ പിടിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ നമസ്കരിക്കുന്നത്. ഇങ്ങനെ മുകുളീകൃതങ്ങളായ കൈകൾ കിരീടങ്ങൾക്ക് അലങ്കാരമാകും വിധം തലയ്ക്ക് മുകളിൽ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ദേവിയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂജ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ശിരസിൽ അർപ്പിക്കുന്ന പൂജയായി ഭവിക്കുന്നു. ദേവിയുടെ പാദത്തിൽ ചെയ്യുന്ന പൂജ ത്രിമൂർത്തികളുടെ ശിരസിലാണ് പതിക്കുന്നത്. നിൻ തിരുവടിയുടെ പാദപീഠത്തെ സേവിക്കുവാനുള്ള ഭാഗ്യം കേവല പൂജാദികൾ കൊണ്ട് സിദ്ധിക്കുകയില്ല. നിൻ തിരുവടി ആരിൽ പ്രസാദവതിയായിരിക്കുന്നുവോ
അവർക്കേ അത് ലഭിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് ഇതിന്റെ ആന്തരികാർത്ഥം. പൂജ എന്ന് പറഞ്ഞാൽ അതിൽ പല സമ്പ്രദായങ്ങൾ ആ പൂജയിൽ വരുന്നുണ്ട്. ബാഹ്യപൂജ, ആഭ്യന്തര പൂജ, രണ്ട് പൂജയാണ്. അത് ആഭ്യന്തര പൂജ തന്നെയാണ് മാനസപൂജ. പൂജയുടെ സാമാന്യ വിധി തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് ആദൗ ഋഷ്യാദികന്യാസ. ഒരു പൂജ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഋഷിയെ സ്മരിക്കണം. ഈ ഇങ്ങനെ മുദ്ര പിടിച്ചതിന് ശേഷം ശിരസിലാണ് ഋഷിയെ സങ്കല്പിക്കേണ്ടത്. കരശുദ്ധി തതപരം, പിന്നെ കരങ്ങൾ ശുദ്ധി ചെയ്യാൻ കരം ശുദ്ധീകരിക്കുന്നു. അങ്കുലി വ്യാപകം, അങ്കുലികളിലേക്ക് ദേവതാ ചൈതന്യത്തെ വ്യാപിപ്പിക്കുന്നു. ഇതാണ് അങ്കുലി വ്യാപകം. അങ്കുലിലേക്ക് വം അവാത്മന ജലം കൽപ്പയാമി, ഗന്ധം കൽപ്പയാമി, ധൂപം കൽപ്പയാമി, ഇങ്ങനെ മുദ്രകൾ ചെയ്തുകൊണ്ടാണ് ദേവതാ ചൈതന്യത്തെ ആ ശരീരത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത്, ന്യസിക്കുന്നത്. അതാണ് ന്യാസം എന്ന് പറയുന്നത്. ഹൃദയാദി ന്യാസം, ഹൃദയം ന്യാസങ്ങളുണ്ട്. അങ്കുലി വ്യാപക ന്യാസവും ഹൃദയാദി ന്യാസവും ചെയ്യണം. താളത്രയം 3 പ്രാവശ്യം കൈകൊട്ടുന്നു. ഈ 3 പ്രാവശ്യം കൈകൊട്ടി ആ പരിസരത്തുള്ള ഊർജത്തെ, മലിന ഊർജത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദിക്ക് ബന്ധം ചെയ്യുന്നു. ഇങ്ങനെ മുദ്രകൾ കാണിച്ച് 4 ദിക്കിലും മുകളിലേക്കും താഴേക്കും, അങ്ങനെ 6 ദിക്കിലും മലിനമായിരിക്കുന്ന ഊർജങ്ങൾ ഈ സമയത്ത് കയറി വരാൻ പാടില്ല. ഞാൻ ദേവിയുടെ പൂജ ചെയ്യാൻ പോവുകയാണ് എന്ന സങ്കല്പത്തിൽ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ മലിന ഊർജം സംഭവിക്കുന്നില്ല. ദിഗ്ബന്ധം, പ്രാണായാമം, പിന്നെ പ്രാണായാമം ചെയ്യണം പുരോഹിതൻ. ആ ഓങ്കാരത്തെ കൊണ്ട് ശ്വാസം, രേചകം, പൂരകം, കുംഭകം ഇവ ചെയ്യണം. പിന്നെ ധ്യാനം ചെയ്യണം. ഏത് ദേവതയാണോ പൂജ ചെയ്യാൻ പോകുന്നത് അതിന് പ്രത്യേകം ഒരു ധ്യാന ശ്ലോകം ഉണ്ടായിരിക്കും. ആ ധ്യാനം ചെയ്തതിന് ശേഷമാണ് പൂജ ചെയ്യേണ്ടത്. സർവതന്ത്രേഷു അയം വിധി, എല്ലാ തന്ത്രങ്ങളിലും ഇത് തന്നെയാണ് വിധി. 64 തരം ഉപചാരങ്ങളാണ് ശക്തി വിഷയത്തിലുള്ളത്. ചതുഷ്ഷഷ്ടി ഉപചാരാഠ്യ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. ഉപാസ്യ ദേവത ആര് തന്നെയായാലും ദേവീപാദങ്ങളിൽ ചെയ്യുന്ന ഉപാസന എല്ലാ ശക്തികളെയും ഉപാസകന് അനുകൂലമാക്കി തീരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഫലശ്രുതി സമ്പത്ത്, സമൃദ്ധി, പദവിയിൽ ഉയർച്ച, സ്വാധീന ശക്തി, സമൂഹത്തിൽ ബഹുമാനം എന്നിവ കിട്ടുന്നു. 26ാമത്തെ ശ്ലോകം സദാശിവനും ദേവിയുമായുള്ള അവിനാഭാവ സംബന്ധത്തെയാണ് ഈ ശ്ലോകം കുറിക്കുന്നത്. അനാദിയും സർവപ്രപഞ്ചത്തിനും കാരണഭൂതയുമായ പരാശക്തിക്ക് ഉൽപ്പത്തിയില്ല, നാശവുമില്ല. പരയായ ആ ചൈതന്യത്തിന്റെ വ്യത്യസ്ത ഭാവം മാത്രമാണ് ശിവൻ. അപ്പോൾ ശിവനും ഉത്പത്തി നാശങ്ങൾക്ക് വിധേയനല്ല. ബ്രഹ്മാദി സകല ദേവന്മാരും നശിച്ചു പോകുന്ന ബ്രഹ്മാണ്ഡ പ്രളയത്തിൽ നിൻ തിരുവടിയുടെ പതി ഒരുവൻ മാത്രം ശേഷിക്കുന്നു. അത് അവിടുത്തെ പാതിവൃത്യ മഹിമ തന്നെ എന്ന് പ്രഖ്യാപിക്കുന്നു. ദേവിയുടെ പാതിവൃത്യ ശക്തി കൊണ്ട് ശിവന് മരണമില്ല എന്ന് കാണിക്കുന്ന ശ്ലോകമാണിത്. വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനതോ യാതി നിധനം വിതന്ത്രി മാഹേന്ദ്രി വിദതിരപി സമ്മേളിതദൃശ മഹാസംസാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനതോ യാതി നിധനം വിതന്ത്രി മാഹേന്ദ്രി വിദതിരപി സമ്മേളിതദൃശ മഹാസംസാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. ഹരിഹി ആപ്നോതി, ഹരിരാപ്നോതി. കീനാശഃ ഭജതി, കീനാശോ ഭജതി. ധനതഃ യാതി, ധനതോ യാതി. വിതതിഹി അപി, വിതതിരപി. മഹാസംസാരേ അസ്മിൻ, മഹാസംസാരേസ്മിൻ. ത്വത്പതിഹി അസൗ, ത്വത്പതിരസൗ. ഇവിടെ മഹാസംസാരേ എന്ന് എഴുതിയതിനു ശേഷം അവിടെ ഒരു ഇംഗ്ലീഷ് ഭാഷയിലെ എഫ് എന്ന ഒരു അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് പ്രശ്ലേഷം അല്ലെങ്കിൽ അവഗ്രഹം. അതവിടെ വെച്ചിരിക്കുന്നത്, അങ്ങനെ ചേർത്തിരിക്കുന്നത് അവിടെ ഒരു അകാരം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ചില സ്ഥലങ്ങളിൽ അത് 2 എണ്ണം കാണിക്കുന്നുണ്ടാവും. അവിടെ ആകാരം എന്ന അകാര ദീർഘം അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മഹാസംസാരേസ്മിൻ ചൊല്ലുന്ന സമയത്ത് അവിടെ അകാരം നമ്മൾ പറയുന്നില്ല, മഹാസംസാരേസ്മിൻ എന്നാണ് പറയുന്നത്. അവിടെ മഹാസംസാരേസ്മിൻ, അവിടെ ഒരു അകാരം ഉണ്ട്, അതും കൂടി ചെറിയ രീതിയിൽ നിങ്ങൾ ഉച്ചരിച്ചു കൊള്ളണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രശ്ലേഷം അല്ലെങ്കിൽ അവഗ്രഹം അവിടെ തന്നിരിക്കുന്നത്. അല്ലേ നോക്കുക, ഹേ സതി, അല്ലയോ പതിവ്രതയായ ദേവി. സതി എന്ന് പറഞ്ഞാൽ പതിവ്രത. വിരിഞ്ചിഹി പഞ്ചത്വം പ്രജതി, ബ്രഹ്മാവ് പഞ്ചത്വത്തെ പ്രാപിക്കുന്നു. വിരിഞ്ചി പഞ്ചത്വം വ്രജതി. ഹരിഹി വിരതിം ആപ്നോതി, ഹരി വിരതിയെ പ്രാപിക്കുന്നു. കീനാശഃ വിനാശം ഭജതി. ധനതഃ നിധനം യാതി. മാഹേന്ദ്രീ വിതതിരപി സമ്മേളിതദൃശ വിതന്ത്രീ ഭവതി.
അസ്മിൻ മഹാസംസാരേ അസൗ ത്വത്പതി വിഹരതി. ഹേ സതി വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി ഹരിഹി വിരതിം ആപ്നോതി കീനാശഃ വിനാശം ഭജതി ധനതഃ നിധനം യാതി മാഹ്യേന്ദ്രീ വിദതിരപി സമ്മീലിതദൃശ വിതന്ത്രീ ഭവതി. അസ്മിൻ മഹാസംസാരേ അസൗ ത്വത്പതി വിഹരതി. അല്ലയോ ദേവി, ബ്രഹ്മാവ് മരണത്തെ പ്രാപിക്കുന്നു. പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരണം നഷ്ടം. സംഹാരേ അസ്മിൻ. ഇവിടെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. സംശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം, ഈ ശ്ലോകം തീരില്ല. ഈ അന്വയവും 2 പ്രാവശ്യം പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ വീണ്ടും കേൾക്കാൻ പറ്റുന്നതുകൊണ്ട് അത് കൂടുതൽ നമ്മൾ അന്വയം പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ നവരാത്രിക്ക് മുമ്പ് ഇത്രയും ശ്ലോകങ്ങൾ തീരേണ്ടതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഹേ സതി വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി ഹരിഹി വിരതിമാപ്നോതി കീനാശഃ വിനാശം ഭജതി ധനതഃ നിധനം യാതി മാഹ്യേന്ദ്രീ വിദതിരപി സമ്മീലിതദൃശ വിതന്ത്രീ ഭവതി. അസ്മിൻ മഹാസംസാരേ അസൗ ത്വത്പതി വിഹരതി. മഹാസംസാരേ അസ്മിൻ എന്ന് തന്നെയാണ് ആ പദം, മഹാസംഹാരേ എന്നല്ല. അല്ലയോ പതിവ്രതയായ ദേവി, ബ്രഹ്മാവ് മരിക്കുന്നു, വിഷ്ണു അന്ത്യം പ്രാപിക്കുന്നു, കാലൻ വിനാശത്തെ പ്രാപിക്കുന്നു, കുബേരൻ മരണത്തെ പ്രാപിക്കുന്നു. 14 മനുക്കളുടെ സംഘവും സമ്മീലിതങ്ങളായിരിക്കുന്ന ദൃക്കുകളോട് കൂടിയവരായി ജാഡ്യയുക്തരായി ഭവിക്കുന്നു. അങ്ങനെയുള്ള ഈ മഹാപ്രളയകാലത്ത് ദേവിയുടെ ഭർത്താവായ പരമേശ്വരൻ മാത്രം നാശം പ്രാപിക്കാതെ വിഹരിക്കുന്നു. ബ്രഹ്മപ്രളയകാലത്ത് എല്ലാ സ്ഥാവര ജംഗമങ്ങളും ദേവതമാരും പൂർണ്ണമായും വിലയം പ്രാപിക്കും, എല്ലാം നശിക്കും. അപ്പോഴും ശിവന് നാശം സംഭവിക്കുന്നില്ല. അത് ദേവിയുടെ പാതിവ്രത്യ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഈ ശ്ലോകം സ്ഥാപിക്കുകയാണ്. ബ്രഹ്മാവ് പഞ്ചത്വം പ്രാപിക്കുന്നു. പഞ്ചത്വം എന്നാൽ എന്താണ്? പഞ്ചത്വം 5 എന്ന ഭാവമാണ് പഞ്ചത്വം. 5 എന്നതിന്റെ ഭാവമാണ് പഞ്ചത്വം. പ്രപഞ്ചം എന്ന പദത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചിരിക്കുന്നത്. പ്രപഞ്ചം പ്രകർഷേണ പഞ്ചീകരണം കരോതി ഇതി പ്രപഞ്ച. 5 കാര്യങ്ങൾ കൃത്യമായിരിക്കുന്ന റേഷ്യോവിൽ അല്ലെങ്കിൽ ഒരു പ്രപ്പോർഷൻ അതിൽ കൃത്യമായി അടക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രകർഷേണ പഞ്ചീകരണം. പചി വ്യക്തീകരണ എന്നാണ് ആ ധാതുവിന്റെ. പചി ധാതുവിന് വ്യക്തീകരണ, വ്യക്തമാക്കി കൃത്യമാക്കി ക്രമീകരിച്ചിരിക്കുന്നു, അതാണ് അതിന്റെ അർത്ഥം. പഞ്ചഭൂതങ്ങൾ കൃത്യമായ ആ അളവിൽ ചേർത്ത് വെച്ച മനുഷ്യ ശരീരം ജീവന്റെ വേർപാടിന് ശേഷം വിഘടിച്ച് ഭൂതങ്ങളായി പിരിയുന്നത് തന്നെയാണ് പഞ്ചത്വം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇങ്ങനെ പറയുന്നു, ഇല്ലാതെയാകുക, നശിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ബ്രഹ്മാവ് നശിക്കുന്നു എന്നർത്ഥം. മനുഷ്യ ശരീരം ഗർഭപാത്രത്തിൽ വെച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് പഞ്ചഭൂതങ്ങൾ കൃത്യമായിരിക്കുന്ന അളവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് മരിക്കുന്ന സമയത്ത് ആ പഞ്ചഭൂതങ്ങൾ വിഘടിച്ച് പ്രകൃതിയിലേക്ക് ലയിക്കുന്നു. അതാണ് പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ സംഭൂതങ്ങളായ എല്ലാ സൃഷ്ടികളും സംഹരിക്കപ്പെടുന്ന ബ്രഹ്മപ്രളയകാലത്തും സതിയായ ദേവിയുടെ പാതിവൃത്യശക്തിയാൽ ശിവൻ നാശരഹിതനായിട്ട് തന്റെ ലീലകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. സതി എന്ന് സംബോധന ചെയ്തത് കൊണ്ട് ദേവിയുടെ പാതിവൃത്യ മഹിമയെയാണ് സൂചിപ്പിക്കുന്നത്. ശിവന് നാശമില്ലായ്മയുടെ കാരണം ദേവിയുടെ ശക്തി തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇതിന്റെ ഫലശ്രുതി പറയുന്നത് ശത്രുവിനെ ജയിക്കാൻ സാധിക്കുന്നു, എല്ലാ കാര്യത്തിലും മേന്മ സംഭവിക്കുന്നു. ഈ കുറെ ദേവതമാരെ പറ്റി പറഞ്ഞു, വ്യത്യസ്തമായ പദങ്ങളെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അർത്ഥം അവരെല്ലാം മരിക്കുന്നു എന്ന് മാത്രം അർത്ഥമെടുത്താൽ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ്. സൗന്ദര്യ ലഹരി എന്ന ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5-6 ശ്ലോകങ്ങളിൽ ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, ഭവാനിത്വം എന്നുള്ളത്. അടുത്തതാണ് 27ാമത്തെ ശ്ലോകം. ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമായതുകൊണ്ട് ഈ ഒരു ശ്ലോകമെങ്കിലും നിത്യവും സ്മരിക്കാതെ പറ്റില്ല. അതിന്റെ അനുഭവം നമുക്കുണ്ടാകും. ജപോ ജൽപ ശില്പം സകലമപി മുദ്രാവിരചന ശക്തി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖം അഖിലം ആത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. ജപോ ജൽപ ശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖം അഖിലം ആത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം.
ജപഃ ജൽപഃ ശില്പം സകലം അപി മുദ്രാവിരചന ഗതിഃ പ്രാദക്ഷിണ്യക്രമണം ക്രമണം അശനാദി ആഹുതിവിധിഃ പ്രണാമഃ സംവേശഃ സുഖം അഖിലം ആത്മാർപ്പണദൃശ സപര്യാ പര്യായഃ തവ ഭവതു യന്മേ വിലസിതം. ജപോ ജൽപഃ ജപഃ പ്ലസ് ജൽപഃ ജപോ ജൽപഃ സകലം പ്ലസ് അഭി സകലമഭി പ്രാദക്ഷിണ്യക്രമണം അശനാദ് പ്രാദക്ഷിണ്യക്രമണം അശനാദ് അശനാദി ആഹുതിവിധിഃ അശനാദ്യാഹുതിവിധിഃ പ്രാദക്ഷിണ്യക്രമണം അശനാദ് ആഹുതിവിധിഃ പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതിവിധിഃ സുഖം അഖിലം സുഖമഖിലം അഖിലം ആത്മാർപ്പണദൃശ ആത്മാർപ്പണദൃശ സുഖം പ്ലസ് അഖിലം പ്ലസ് ആത്മാർപ്പണദൃശ സുഖലം അഖിലം ആത്മാർപ്പണദൃശ സപര്യാ പര്യായഃ പ്ലസ് തവ സപര്യാ പര്യായസ്തവ യത് മേ യന്മേ. അന്യം നോക്കുക. ദേവി ജൽപഃ ജപഃ സകലമപി ശില്പം മുദ്രാവിരചന ഗതിഃ പ്രാദക്ഷിണ്യക്രമണം അശനാദി ആഹുതിവിധിഃ സംവേശഃ പ്രണാമഃ അഖിലം സുഖം യത് മേ വിലസിതം ആത്മാർപ്പണദൃശ തവ സപര്യാപര്യായഃ ഭവതു. ജൽപഃ ജപഃ സകലമപി ശില്പം മുദ്രാവിരചന ഗതിഃ പ്രാദക്ഷിണ്യക്രമണം അശനാദി ആഹുതിവിധിഃ സംവേശഃ പ്രണാമഃ അഖിലം സുഖം യത് മേ വിലസിതം ആത്മാർപ്പണദൃശ തവ സപര്യാപര്യായഃ ഭവതു. ജപഃ ജൽപഃ ജപഃ ജൽപ്പിക്കുന്നതെല്ലാം അമ്മയുടെ ജപമായിട്ട് മാറുന്നു. മമ ജൽപഃ തവ ജപഃ ഭവതു ഇത്യർത്ഥഃ. ഞാൻ എന്ത് ജൽപ്പിക്കുന്നുവോ അത് അമ്മയുടെ ജപമായി മാറട്ടെ. സകലമപി ശില്പം മുദ്രാവിരചന ഞാൻ കൈകൾ കൊണ്ട് എന്ത് ചെയ്യുന്നുവോ എല്ലാ പ്രവൃത്തിയും അമ്മയുടെ ആരാധനയ്ക്കുള്ള മുദ്രകളായി മാറട്ടെ, ഹസ്തമുദ്രകളായി മാറട്ടെ. ഗതിഃ പ്രാദക്ഷിണ്യക്രമണം ഞാൻ എൻ്റെ സഞ്ചാരം മുഴുവനും ദേവിയെ പ്രദക്ഷിണം വയ്ക്കലായി മാറട്ടെ. അശനാദി ആഹുതിവിധിഃ അശനം ഭക്ഷണം, അശനാദി എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നിപ്രകാരം ചെയ്യുന്ന ആ കർമ്മങ്ങൾ മുഴുവനും ഹോമകുണ്ഡത്തിൽ ചെയ്യുന്ന ആഹുതിയായി മാറട്ടെ. സംവേശഃ എന്ന് പറഞ്ഞാൽ കിടപ്പ്, എൻ്റെ ഉറക്കം, ഞാൻ കിടന്നുറങ്ങുന്ന അവസ്ഥ, അത് നമസ്കാരമായി മാറട്ടെ. അത് ദേവിയുടെ കാലിലാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന ഭാവനയോട് ആയിത്തീരട്ടെ. അഖിലം സുഖം യത് മേ വിലസിതം എല്ലാ അംഗചേഷ്ടകളും ദേവി പ്രീതികരമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ സുഖവും യത് മേ എന്നാൽ ചെയ്യപ്പെടുന്നതെല്ലാം തന്നെ ആത്മാർപ്പണ ദൃശ തവ സപര്യാപര്യായഃ ഭവതു. ആത്മാർപ്പണ ദൃക്കോടുകൂടി ഞാൻ എൻ്റെ ആത്മാവിനെയാണ് ദേവിക്ക് ദാനം ചെയ്യുന്നത് എന്ന ഭാവനയോടുകൂടിയായി ഭവിക്കട്ടെ. ഇപ്രകാരം എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണേ. ശക്തിസ്വരൂപിണിയായ അല്ലയോ പരമേശ്വരി, ജൽപ്പിക്കുന്നതെല്ലാം ജപമായും കൈകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആരാധനയ്ക്കുള്ള ഹസ്തമുദ്രകളായും സഞ്ചാരം പ്രദക്ഷിണം വെക്കലായും ഭക്ഷണം കഴിക്കുക, പാനീയങ്ങൾ കുടിക്കുക തുടങ്ങിയവ ഹോമകുണ്ഡത്തിൽ ചെയ്യുന്ന ആഹൂതിയായും കിടപ്പ് പ്രണാമമായും എല്ലാ അംഗചേഷ്ടകളും പൂജാഘടകങ്ങളായ ഷോഡശ ഉപചാരങ്ങൾ തുടങ്ങി ദേവീപ്രീതികരങ്ങളായ എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്നാൽ ചെയ്യപ്പെടുന്നതെല്ലാം ആത്മാവിനെ സമർപ്പിക്കുന്ന ദൃക്കോടുകൂടി അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നിൻ തിരുവടിയുടെ സബരിയുടെ പര്യായമായി ഭവിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുവോ ഇത് മുഴുവൻ ദേവിയുടെ ഭാവനയായി മാറട്ടെ. ഇതാണ് സങ്കല്പം. ഈ ശ്ലോകത്തിൽ ഭക്തന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂജാ പരിപാടികളായി സങ്കല്പിച്ചിരിക്കുന്നു. ലൗകിക ജീവിതത്തിൽ വ്യാപൃതനായ ഭക്തന് അയാൾ ഭക്തനാണെങ്കിൽ കൂടി പലപ്പോഴും ഈശ്വരനാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുവാൻ സമയം കിട്ടിയില്ലെന്ന് വരും. പക്ഷെ സംഭാഷണം ഉപേക്ഷിക്കാറില്ല. ഈശ്വരാരാധനയ്ക്ക് വേണ്ട സാധനങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോയി എന്ന് വരാം. എന്നാൽ ജീവിത വ്യാപാരങ്ങൾ മുടങ്ങാറില്ല. നമ്മുടെ ഭക്ഷണം ഒരിക്കലും മുടക്കാറില്ല. നമ്മുടെ ഉറക്കം ഒരിക്കലും മുടങ്ങില്ല. എന്തായാലും നമ്മൾ ചെയ്തിരിക്കും. ഇപ്രകാരം ബോധപൂർവമായതല്ലാത്തതും ബോധപൂർവവുമായതുമായ എല്ലാ ചേഷ്ടകളും സുഖങ്ങളും എൻ്റെ ആത്മാവിനെ തന്നെയാണ് ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന പൂജയുടെ പര്യായമായി തീരട്ടെ. ജൽപ്പം എന്ന് പറഞ്ഞാൽ ബോധപൂർവമാകണമെന്നില്ല. മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ ബോധപൂർവം ജപിക്കുന്നു. നമ്മൾ പരദൂഷണം പറയുന്ന സമയത്ത്, മറ്റുള്ള ആളുകളെ ദുഷിപ്പ് പറയുന്ന സമയത്തോ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ പറയുന്ന സമയത്തോ നമ്മൾ ബോധപൂർവമാവണമെന്നില്ല. അറിഞ്ഞോ അറിയാതെയോ പലതും പറയാറുണ്ട്. മറ്റുള്ളവർ ഒരാളെക്കുറിച്ച്
ദോഷം പറയുന്ന സമയത്ത് നമ്മളതിൻ്റെ കൂടെ കൂടിച്ചേരും, നമ്മളത് പറയുകയും ചെയ്യും. പക്ഷേ നമ്മളത് ആ സമയത്ത് നമുക്ക് ബോധമുണ്ടാകണമെന്നില്ല. എന്നാൽ ജപം മിക്കവാറും ബോധപൂർവമായിരിക്കും. ഇവിടെ ഭക്തന്റെ അബോധപൂർവമായ ജൽപ്പനങ്ങൾ മുഴുവനും ബോധപൂർവമായ ജപങ്ങളായി തീരട്ടെ. ശില്പം എന്ന് പറഞ്ഞാൽ കരകൗശല പ്രവൃത്തികൾ മുഴുവനും മുദ്രകളാണ്. അത് മുദ്രകളായി തീരട്ടെ. കൈകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോ അത് ഇങ്ങനെയുള്ള അപാത്മന ജലം കൽപ്പി ഇങ്ങനെയുള്ള മുദ്രകളായി തീരട്ടെ. കൈകൊണ്ട് എന്ത് പണികൾ ചെയ്തോ ആയിത്തീരട്ടെ. മുദ്ര എന്ന് പറഞ്ഞാൽ മുദം രാതി ഇതി മുദ്ര. ദേവന്മാർക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ് മുദ്ര. ദേവാനാം മോദദാ മുദ്ര എന്നാണ് മുദ്ര. ആ മുദ്ര പദത്തിന്റെ അർത്ഥം. മുദ്ര കാണിച്ചുകൊണ്ട് ദേവതയെ ഉപചാരം ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ദേവന്മാർ സന്തോഷിക്കുന്നു. മുൻ ജന്മത്തിലും ഈ ജന്മത്തിലും നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളുടെ കൂട്ടത്തെ നശിപ്പിക്കുവാൻ സാധിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുവാൻ പറ്റുന്നു എന്ന് തന്ത്രശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. മോദനാത് സർവദേവാനാം ദ്രാവണാത് പാപസന്തതേഹെ. സന്തതി എന്ന് പറയാൻ പാപക്കൂട്ടം എന്നർത്ഥം. ദ്രാവണാത് നശിപ്പിക്കുന്നു. തസ്മാത് മുദ്രേതി സാഖ്യാത സർവകാമാർത്ഥ സാധനി. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ്. മുദ്ര കൊണ്ടാണ് ദേവതയെ പൂജിക്കേണ്ടത്. സാധാരണക്കാരായ നമുക്ക് മുദ്ര ഇല്ല, അറിയില്ല. അതുകൊണ്ട് സ്തോത്രം പാരായണം ചെയ്താൽ മതി. സംക്ഷോഭണം, വശ്യം, ഉന്മാദം, ദ്രാവണം എന്നിങ്ങനെ പല മുദ്രകളുണ്ട്. ഇത് തന്നെയാണ് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത്. യത് കരോതി യത് അശ്നാസി യത് ജുഹോഷി യത് ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മതം. ആ ഗീതാ സന്ദേശം തന്നെയാണ് ഇവിടെ ഈ ശങ്കരാചാര്യർ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ശ്ലോകം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിത്യവും ഈ ശ്ലോകം മനസ്സിലുണ്ടായിരിക്കും. ഭവാനിത്വം ദാസ, ഈ 2 ശ്ലോകങ്ങൾ, ഇത് ആ ഭാവം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പിന്നെയുള്ള ക്ലാസ്സുകളിൽ വളരെ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. നവരാത്രിക്ക് മുമ്പ് ഈ ശ്ലോകങ്ങൾ തീർത്തിരിക്കണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എഴുതി ചോദിച്ചാൽ മതി. അവർക്ക് നേരിട്ട് ഞാൻ ആ സംശയങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. ഒരമ്മ നേരത്തെ പറഞ്ഞിരുന്നു, അന്വയം എഴുതിയെടുക്കാൻ സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ഇത് കൂടുതൽ സമയമെടുത്ത് അന്വയം പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള ശ്ലോകങ്ങൾ പറയുന്നില്ല. ആ അമ്മയ്ക്ക് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ സഹസ്രാരകമലേ സതതം വിഹരരഹസി ധന്യേ ശിവാകാര നിജമഞ്ച വിലസിതേ ചിദാനന്ദമുദിതേ ശരണ്യേ ചിദാനന്ദമുദിതേ ഭവാനി മയി ദാസേ ദൃഷ്ടിം വിതരത്തെ സകരുണാം നിജസായുജ്യപദൈകവിതരണാം നിഖില ദുഃഖതരണാം ഐഹിക നിഖില ദുഃഖതരണാം ഭവതു മേ വിലസിതം സപര്യാവിരചനം തവ ശിവേ സമകര നിപാത ഹിമകര സമാനദൃശാ സ്നപയ കൃപയാ മാമപി ദൃശാ സ്നപയ കൃപയാ അനേന ധന്യമിമം മന്യേ ധരണിധര സുകന്യേ തവ സ്തന്യമധുരാസ്വാദനസുഖ നിരസ്താന്യവിഷയം കുരു മാം നിരസ്താന്യവിഷയം ത്വദീയമപി വചനം ഗദതോ മദീയമിവ വചനം സ്വകീയസലിലൈഃ സാഗരതർപ്പണസമം ജനനി വിദിതം സകലം സമം ജനനി വിദിതം ജയ ജയ ശിവദയിതേ
हरिहरविरिञ्चनुतचरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते।